മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനത്തിൽ കെപിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് ത്രിവിക്രമൻ തമ്പി കായംകുളം കോൺഗ്രസ് ഭവനിൽ ഉപവാസം അനുഷ്ഠിച്ചു. ഉപവാസം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി സൈനുലാബ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനത്തിൽ കെപിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് ത്രിവിക്രമൻ തമ്പി കായംകുളം കോൺഗ്രസ് ഭവനിൽ ഉപവാസം അനുഷ്ഠിച്ചു. ഭൂരിപക്ഷം ഉണ്ടായിരുന്ന എംഎൽഎമാരുണ്ടായിരുന്ന പാർട്ടി എന്ന നിലയിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് CPI നേതാവായ അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കി. അതാണ് രാഷ്ട്രീയം. CPI കൂടെ നിർത്താൻ വേണ്ടി ശ്രമിച്ചു. അത് വിജയിക്കുകയും ചെയ്തു. പിന്നീട് പാർട്ടി വിളന്നപ്പോൾ അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു. പിന്നീട് AK ആന്റണി അടക്കമുള്ളവരെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി. എന്നിട്ടാണ് അദ്ദേഹം വീണ്ടും കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്നത്. 4 തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. അതൊരു ചെറിയ കാര്യമല്ല. അദ്ദേഹത്തിന് കിട്ടിയ അധികാരങ്ങളെല്ലാം അദ്ദേഹം പാർട്ടി പ്രവർത്തകർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു, താഴോട്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. ഓരോ മണ്ഡലമസന്മാരും ഓഫീസർമാരും ഒക്കെ അന്ന് അതായത് പ്രദേശത്തെ ഉപവാസം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി സൈനുലാബ്ദീൻ ഉദ്ഘാടനം ചെയ്തു. DCC അംഗം MAK ആസാദ് അധ്യക്ഷനായി. 14ാം ചരമവാർഷിക ദിനം ഇന്ന് രാജ്യമെമ്പാടും സമുചിതമായി ആചരിക്കുകയാണ്. രാവിലെ കോൺഗ്രസ് ഭവനിൽ കോൺഗ്രസ് പ്രവർത്തകന്മാരെത്തി പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് ശ്രീ ത്രിവിക്രമൻ തമ്പി, ശ്രീ കെ കരുണാകരൻ്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായിരുന്ന ത്രിവിക്രമൻ തമ്പി KPCCയുടെ സെക്രട്ടറി ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനൊരു ഉപവാസ യജ്ഞവുമായി രംഗത്ത് വന്നത്. അദ്ദേഹം ശ്രീ കെ കരുണാകരൻ്റെ അടുത്ത അനുയായിയും സന്തത സഹചാരിയുമായിരുന്നു. ശ്രീ കെ കരുണാകരനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. H നജീം, പ്രശാന്ത് എരുവ, സജീദ് തകിടിയിൽ, റിയാസ് മുണ്ടകത്തിൽ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.